ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലായിരിക്കുന്ന ഏതൊരു മനുഷ്യനും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവയെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ കരുത്ത് നമ്മൾ നേടണം. ഒരിക്കൽ ദൈവത്തിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുകയും ജീവിതവ്യഥകളാൽ അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യുന്ന അനേകരുണ്ട്. സ്വർഗീയ പോലും ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഇടയിലും അന്ധകാരം വ്യാപരിച്ച് കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരിക്കൽ അന്ധകാരത്തിൻ്റെ മക്കളായിരുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളെ നിലനിൽക്കണം. ഏറ്റവും കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും പാപത്തിലേക്ക് വീണുപോവുക അധരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. മോശമായ വാക്കുകൾ പറയുക, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തെറി പറയുക. ഒരിക്കൽ നമ്മൾ ഇവയെല്ലാം ഉപേക്ഷിച്ച് വിശദീകരിച്ച് വന്നവരാണ്. എന്തുകൊണ്ടാണ് ഇടർച്ച സംഭവിക്കുന്നത്? അവിചാരിതമായി പെട്ടെന്ന് മോശമായ വാക്കുകൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സ്നേഹമുള്ളവരെ, പലതിനെയും അടക്കേണ്ടതായിട്ടുണ്ട്. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ജനങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ തിന്മ നമ്മൾ നിന്ന് അകന്നു നിൽക്കും. നമ്മുടെ അധരം കൊണ്ട് ഈശോ 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 എന്ന് പറയുവാൻ ശ്രദ്ധിക്കണം. നവീകരണ അനുഭവത്തിൽ വന്ന അനേകം മക്കൾ അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് അവർ മാറി നിന്നത്. അവർ ഈശോയുടേതാണെന്നും ഈശോയുടെ മകനാണെന്നും മകളാണെന്നും ബോധ്യമുള്ളതുകൊണ്ട് എന്നിൽ തിന്മയുണ്ടാകാൻ പാടില്ല എന്ന് അവർ നിശ്ചയമായും മനസ്സിൽ ഉറപ്പിച്ചു. അവർ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോ 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 എന്ന് അവർ പറഞ്ഞു നടക്കുമായിരുന്നു. അതാണ് സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നത്. ജനങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും തോളോട് ചേർന്ന് ശുശ്രൂഷിക്കുവാനും. തോളോട് ചേർന്ന് അവിടുത്തെ ശുശ്രൂഷിക്കുവാനും എന്ന് പറഞ്ഞാൽ തോളോട് തോൾ ചേർന്ന് എല്ലാവരും ദൈവത്തെ ശുശ്രൂഷിക്കുവാനും. തുടർന്ന് പറയുകയാണ്, അക്കാലത്ത് നിങ്ങളുടെ അധരങ്ങളെ ഞാൻ നിശ്ചയമായും വിശദീകരിച്ചു മാറ്റും. പ്രൈസ് ലോർഡ്. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും കർത്താവ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഒരു കുടുംബമായി ചിന്തിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. അവരുടെ അധരത്തിൽ യേശുവിൻ്റെ നാമം എപ്പോഴും നിറഞ്ഞു നിൽക്കണം. ഈശോ 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 എന്ന് പറയുക അത് അവസരത്തിനൊത്തയാകാവൂ. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈശോ ഈശോ എന്ന് പറയുകയല്ല വേണ്ടത്. ഇന്ന് ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും നവീനാനുഭവത്തിൽ വന്ന ചില വ്യക്തികൾ കുർബാനയുടെ മർമ്മപ്രധാനമായ മേഖലകളിൽ എന്ന് പറയുമ്പോൾ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ മേഖലകളിൽ ചിലവർ ഈശോ ഈശോ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ബലിയിൽ സജീവമായി പങ്കാളിയാകണം.
അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവവചനം നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുകയും ഈശോ ഈശോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും പറ്റുന്ന സാഹചര്യത്തിൽ നാവ് കൊണ്ട് ഈശോ ഈശോ എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുകയാണ്, തോളോട് തോളുയർന്ന് ശുശ്രൂഷ ചെയ്യുമ്പോഴും ജനപദങ്ങളെല്ലാവരും കർത്താനെ വിളിച്ചപേക്ഷിക്കുമ്പോഴും ആ സമയത്ത് അല്ലെങ്കിൽ അക്കാലത്ത് നിങ്ങളുടെ അധരങ്ങളെ ഞാൻ നിശ്ചയമായും ശുദ്ധീകരിച്ചു മാറ്റും, അല്ലെങ്കിൽ വിശുദ്ധീകരിച്ചു മാറ്റും. പ്രൈസ് ലോർഡ്. നമ്മുടെ നാവുകളെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കുവാൻ തീരുമാനമെടുക്കാം. ദൈവത്തോട് തോളുയർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു തീരുമാനമെടുക്കാം. അവിടത്തേക്ക് വേണ്ടി ജനപദങ്ങളെല്ലാവരും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതനുസരിച്ച് പ്രാവർത്തികമാക്കുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ത്രിയേക ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.